പൊതുവെ ഇത് ആമ്പിള്ളേര് മാത്രം ചെയ്തിരുന്ന ഒരു ജോലിയാണ് അല്ലേ? ഇപ്പൊ ഇനി പെൺപിള്ളേര് കൈയടക്കുമോ എന്നുള്ളൊരു പേടിനെ ആമ്പിള്ളേർക്ക് വരുത്തുവോ? എപ്പോഴെങ്കിലും ഒരു പാട് പോലെ തോന്നിയിട്ടുണ്ടോ ആദ്യമൊക്കെ തുടങ്ങുമ്പം പാടായിട്ട് തോന്നിയിട്ടില്ല, പിന്നാണ് പാടായിട്ട് തോന്നി. പിന്നെ സാധാരണ നേരെ തിരിച്ചാ. ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്നും പാടായിട്ട് തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനും ഭേദം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് വളരെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നതല്ലേ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലേഡി മെക്കാനിക്കിനെയാണ്. നമുക്ക് ലേഡി മെക്കാനിക്കിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. ഹലോ, തിരക്കാണോ? ചെറിയ തിരക്കാണല്ലേ? എപ്പോഴും തിരക്കാണോ ഇവിടെ? ചില സമയം. എന്താ പേര്? രേവതി അല്ലേ? ഇപ്പോ എന്താ പറയാ, ഇപ്പൊ എത്ര നാളായി ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. എപ്പോഴാ ഈ ഒരു മെക്കാനിക് പണിയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു തുടങ്ങിയത്? അത് പണ്ട് തൊട്ട് കുഞ്ഞുനാൾ തൊട്ട് ഈ വർക്കുകൾ ചെയ്യും. വീട്ടിൽ അച്ഛൻ കൊണ്ടുവരുമ്പം വർക്ക് ചെയ്യും. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ? ഇപ്പൊ ശരിക്കും എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. മാരേജ് കഴിഞ്ഞതാണ് അല്ലേ? അപ്പം വീട്ടുകാരൊക്കെ സമ്മതാണോ? സമ്മതാണ്. അപ്പൊ ആദ്യമൊക്കെ എല്ലാരും പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര റെയർ ആയിട്ടല്ലേ കണ്ടത്? അതായത് എനിക്ക് ഈ ഒരു ജോലി ചെയ്താൽ മതി എന്നൊക്കെ. എന്താ ശരിക്കും പഠിച്ചത്? ബികോമാ പഠിച്ചത്. അപ്പം ആ ഒരു ഫിനാൻസ് ആ ഒരു മേഖലയിലേക്ക് പോണെന്ന് തോന്നിയിട്ടില്ല. ആളുകളൊക്കെ എന്താ പറഞ്ഞോണ്ടിരുന്നത് ആ ഒരു സമയത്തൊക്കെ? ആളുകൾക്ക് എല്ലാവർക്കും പുച്ഛമായിരുന്നു. ആദ്യമൊക്കെ ഈ കരി കിടക്കുന്ന എന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ വലുതായിട്ടൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നവരടുത്ത് മറുപടി പറയും. എനിക്കിത് അഴുക്കായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഇഷ്ടമല്ലേ ജോലി ചെയ്യുന്നത്. അപ്പൊ മിക്കുള്ളവർ ചോദിക്കും ആമ്പിള്ളേരെ പണി ചെയ്യേണ്ട കാര്യം എന്തോന്ന് ചോദിക്കും. ഞാൻ പറയാം ആമ്പിള്ളേർക്ക് പെമ്പിള്ളേർക്ക് എന്ന് പറഞ്ഞ പണി നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞൊഴു. പൊതുവെ ഇത് ആമ്പിള്ളേര് മാത്രം ചെയ്തിരുന്ന ഒരു ജോലിയാണ് അല്ലേ? ഇപ്പൊ ഇനി പെൺപിള്ളേര് കൈയടക്കുമോ എന്നുള്ളൊരു പേടിനെ ആമ്പിള്ളേർക്ക് വരുത്തുവോ? അങ്ങനല്ല, എല്ലാവർക്കും ഒന്നുമില്ല. ചില ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ സപ്പോർട്ടാ. ചില ആൾക്കാർക്കേ ഉള്ളൂ ഇങ്ങനെ. ഇനി അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. അസൂയ കൊണ്ടാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. എപ്പോഴെങ്കിലും ഒരു പാട് പോലെ തോന്നിയിട്ടുണ്ടോ ആദ്യമൊക്കെ തുടങ്ങുമ്പം പാടായിട്ട് തോന്നിയിട്ടില്ല, പിന്നാണ് പാടായിട്ട് തോന്നി. പിന്നെ സാധാരണ നേരെ തിരിച്ചാ. ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്നും പാടായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഈ മെക്കാനിക് പണിയൊക്കെ ആകുമ്പോഴത്തേന് രാത്രിയൊക്കെ ഇങ്ങനെയൊക്കെ പോകേണ്ടൊക്കെ വരുമോ? അങ്ങനെയൊക്കെ പോകേണ്ടതായിട്ട് വരുമോ? പോകത്തില്ലല്ലോ. അഥവാ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ആങ്ങളെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളോ പോകും. വെളിയിലങ്ങനെ പോകത്തില്ല. ഇവിടെ വരുന്ന വർക്കുകൾ ഇവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യും. ഇപ്പൊ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാന്ന് പറഞ്ഞില്ലേ? അപ്പം നാട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ കേട്ടിട്ട് തോന്നിയിട്ടുണ്ടോ? ആളുകൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് രേവതിനെ ഇങ്ങനെ വിടുന്നതെന്നൊക്കെ? പിന്നെ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയടുത്ത് പറഞ്ഞത് കൂടുതലും ബന്ധുക്കാരാ. അവർ പറയും എന്തിനാ ഈ പെൺകൊച്ചിന് ആമ്പിള്ളാരടക്കി ജോലി ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ആമ്പിള്ളാരാണൊക്കെ വിട്ടേക്കുന്നത് എന്തിനാന്നൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാർ തന്നെയാണ്. മാരേജ് അതിന് ശേഷമാണോ കഴിഞ്ഞത് അതോ അതിന് ശേഷം? മാരേജ് കഴിഞ്ഞ് കുട്ടി അതിന് ശേഷം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. പക്ഷെ നേരത്തെ മുതലേ അറിയാം ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാം. അപ്പൊ എങ്ങനെ തുടങ്ങിയത് ശരിക്കും? വീട്ടിലെ വണ്ടികളൊക്കെ ചുമ്മാ റിപ്പയർ ചെയ്ത് അങ്ങനെ തുടങ്ങിയതാ? വീട്ടിൽ അച്ഛൻ ഈ ഞായറാഴ്ച അങ്ങനെ ലീവൊന്നൊന്നുമില്ല. വർക്ക് വരുമ്പോഴത്തേക്കിന് വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ അച്ഛനും ചിലപ്പോൾ ഒരുപാട് വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയും ഇത് ഇളക്കിക്കോന്ന് പറയും. ഇളക്കിക്കോന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ബൈക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അത് ഇഷ്ടമായതുകൊണ്ട് വണ്ടി ഇഷ്ടം തോന്നി. അങ്ങനെ ഇതിലോട്ടൊക്കെ അപ്പൊ മനസ്സുകൊണ്ട് വിചാരിച്ചത് ആദ്യം എനിക്ക് ബാങ്കിൽ ബികോം എടുത്ത് തന്നെ ബാങ്കിൽ പോകാനാണ്. എന്തോ എനിക്ക് തോന്നിയില്ല. അല്ല, ഇതിപ്പോ ആദ്യമേ ഇപ്പോ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എഞ്ചിനീയറിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൂടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നീട് പഠിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, പിന്നെയും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇത് അറിയാത്തവർക്ക് ചിലപ്പോൾ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോയി എടുക്കാമെന്ന് തോന്നുന്നത്. നമുക്കിത് കൊച്ചിലെ തൊട്ടേ അറിയാമല്ലോ. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ വന്നോളൂ. അല്ലാതെ പഠിച്ചു ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇല്ല. വീട്ടിലിപ്പോ അച്ഛനാണോ ഇത്? അച്ഛൻ സംസാരിക്കും. ചോദിക്കട്ടെ? ചോദിച്ചോ. ഒന്നും പറയത്തില്ല. കമോൺ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ. അച്ഛാ, മകളെ പറ്റി പറയൂ. കമോൺ. പണിയെല്ലാം പഠിച്ചു വരുന്നത്. പണി ചെയ്യുകയും ചെയ്യും. പണിയിൽ ഏതായാലും കംപ്ലൈന്റ് വന്നാൽ നമ്മൾ അടിക്കുകയും ചെയ്യും.
അതുകൊണ്ട് പണി നല്ല വൃത്തിയായി ചെയ്തു തരും. ആ അച്ഛനാണോ ഈ ഒരു പാഷൻ ഈ ഒരു ഇഷ്ടം മനസ്സിലേക്ക് മകളുടെ ഇങ്ങനെ ഇട്ട് കൊടുത്തത്? അതെ അതെ ആണോ? അച്ഛൻ ചെയ്യണത് കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ടാണല്ലേ വന്നത്? ചെറുതിലെന്തേ കൊച്ചിക്ക് ഭയങ്കര ഇഷ്ടം, ആണല്ലേ? വണ്ടിയെ പറ്റി നല്ല ഇഷ്ടം. ഓ അപ്പൊ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ രേവതി പറഞ്ഞു, രേവതി എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളേ? ഒരുപാട് പേര് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പെങ്കൊച്ചെ കൊണ്ടു ജോലി ചെയ്യാൻ പറ്റുവാടാ. പിന്നെ അതൊന്നും ചോദിച്ചില്ല, നമുക്ക് അതിന്റെ ഇഷ്ടം. മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നിർത്തണം തോന്നിയിട്ടുണ്ടോ? അല്ല അത് അതിന്റെ ഇഷ്ടമല്ലോ. ഇത് മൊത്തം ഇഷ്ടങ്ങളുടെ കളിയാണല്ലേ? തിരക്കാണ്. അപ്പൊ ഓക്കെ. ഇനി മാരേജ് കഴിഞ്ഞ ശേഷമാണല്ലോ ഇവിടെ വന്നത്. ആ അതാണ് അത്ഭുതം. എന്ന് വെച്ചാ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? പന്തലിന്റെ വർക്കാ. വണ്ടിയുണ്ട്. അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ എന്താ പറയാ ഇവിടെ ചെന്ന് നിൽക്കുന്ന ഹസ്ബൻഡിന്റെ ആളുകൾ എന്തെങ്കിലും ഇല്ല ഇല്ല, എല്ലാവരും സപ്പോർട്ട്. എല്ലാരും സപ്പോർട്ടീവ് ആണല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് സപ്പോർട്ടീവ് ആയിട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. പണി നടക്കട്ടെ, അത് കുഴപ്പമില്ല. ശരി, ഓക്കെ. ശരി.